ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനും അമ്മയും കൂടെ ഗുരുവായൂർ ഒരു കല്യാണത്തിന് പോവാണ്. അപ്പോൾ ബസ് കയറാൻ നിൽക്കുവാണ്. അപ്പോൾ ബസ് വരും. അപ്പോൾ ബസ് കയറി കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. രാവിലെയാണ്, ഉറക്കമൊന്നും ശരിയായില്ലായിരുന്നു. എന്നിട്ട് ഇതാണ് കല്യാണം. ഇപ്പോൾ നടക്കുവാണ്. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു വന്നപ്പോൾ കുറച്ചൊന്നും താമസിച്ചതേ ഉള്ളൂ. അപ്പം മാലയൊക്കെ ഇട്ടു. എന്താണെങ്കിലും പഴയ മറ്റേ പാലക്കാടുള്ള കല്യാണത്തിന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ. പിന്നെ വേറെ അറിയാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഈ കല്യാണത്തിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മറ്റേ കല്യാണം പോലെ അല്ലായിരുന്നു. പഴയ മനയാണ് ഇത്. റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് ചുറ്റിനും സൈഡിലുമൊക്കെ. തേണ്ട ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. എനിക്ക് കുറേ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ ഒന്നാമത്തെ കാര്യം, ഇച്ചിരി പകുതി താമസിച്ചാണ് വന്നത് തന്നെ. അപ്പോൾ പോകേണ്ട സമയമായിക്കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയില്ല. പക്ഷേ എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകമൊക്കെ കയറി കണ്ടു. പക്ഷേ മേളിൽ ഭാഗത്ത് കയറാൻ പറ്റിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. ഇതാണ് അകഭാഗം. അങ്ങോട്ട് മേളിലോട്ടൊക്കെ വഴിയുണ്ടായിരുന്നു. ഇതിപ്പോൾ താഴെ മാത്രമേ ഞാൻ നിന്ന് 2-3 വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊത്തുപണികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചൂടറിയത്തേ ഇല്ല. ഞാൻ വന്നപ്പോൾ ചൂടടിച്ചായിരുന്നു. ആദ്യം AC ഉണ്ടായാലും പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പാണ്. എന്തുകൊണ്ടാണ്ട് കുളങ്ങളൊക്കെ ഉണ്ട് താഴെ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആമ്പലുണ്ടായിരുന്നു. അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. ഞാൻ ഒറിജിനൽ അടുത്തോണ്ട്. പിന്നെ തൻ്റെ പഴയ വണ്ടികളുണ്ട്, കാറുണ്ട്, പിന്നെ സ്കൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത്രമാത്രം താമസിച്ചായിരുന്നു. അങ്ങോട്ട് പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ വീഡിയോ സദ്യ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അവിടുത്തെ രീതി അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ പായസം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. 3 പായസം ഉണ്ടായിരുന്നു. പിങ്കി മോൾക്ക് ക്യാഷ്നട്ട് വാങ്ങിക്കാൻ കടയിൽ കയറിയിട്ടുണ്ട്. ക്യാഷ്നട്ടും പിന്നെ പൊറോട്ടയും. ഈ മാംഗോ ബാർ 150 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്. ഇത് സാധാ മാംഗോ ബാറല്ല. ഒന്നും എടുത്തില്ല അവിടെ വെച്ച് ഒന്നും എടുത്തില്ലല്ലോ നമ്മൾ. മാംഗോ പാലും പൊറോട്ട തങ്കി പൊറോട്ട. ക്യാഷ്നട്ടും വാങ്ങിച്ചു, പൊറോട്ടയും വാങ്ങിച്ചു. മാംഗോ ബാർ പകരുമല്ലോ. അത് കഴിക്കണം. പിങ്കി കുഞ്ഞാണ്ട് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വാലകട്ടി വിശന്നിരിക്കുവാന്ന് തോന്നുന്നു. അമ്മ പൊറോട്ട കുറച്ച് കൊടുത്തു, ഇനി ഞാൻ കൊടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ചിക്കൻ വീട്ടിലുണ്ടാക്കി അതും പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെയാണ്. ഇപ്പോൾ പൊറോട്ടയ്ക്കാണെന്ന് തോന്നുന്നു പിങ്കി. അതോ ഇനി ക്യാഷ്നട്ടാണ്. പൊറോട്ടയുണ്ട്, 15 എണ്ണം ഉണ്ട്. ഇനി ക്യാഷ്നട്ടാണെന്ന് തോന്നുന്നു പിങ്കി. പിങ്കി കുഞ്ഞിന് കൊടുത്തു നോക്കാം. ക്യാഷ്നട്ട് നല്ല ക്വാളിറ്റി സാധനമാണ്. നല്ല വലുപ്പമുള്ളതാണ്. അതുകൊണ്ട് പിങ്കി കുഞ്ഞിന് അതിനാണെന്ന് തോന്നുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തോണം കാണിച്ചു നോക്കട്ടെ, തിന്നുമായിരിക്കും. അതുകൊണ്ട് അതിന് വേണ്ടി തന്നെയാണ് വെയിറ്റിങ്. അതുകൊണ്ട് വാലാട്ടുന്നു. ക്യാഷ്നട്ട് കൊടുത്തിട്ടുണ്ട്. പിങ്കി ഇന്നിപ്പോൾ ഒന്ന് തിന്ന് കഴിയുമ്പോൾ, ഞാനിപ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ ആ ദേഷ്യപ്പെടുന്ന ഫേസ് കാണണം. അത് ഭയങ്കര രസമാണ്. ഇപ്പം എന്നെ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. അടുത്തത് തരാൻ വേണ്ടിയാണ്. അതാണ് പക്രു അവിടെ കിടക്കുന്നത്. ഈ പാവം പക്രുവിന് വിഷമമുണ്ട്. പക്ഷേ അത് കാണിക്കാൻ അറിയത്തില്ല. പിങ്കിയാണ് കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഇട്ട് കാണിക്കുന്നതാണ്, പേടിപ്പിക്കുന്നത് തന്നെ. ക്യാഷ്നട്ട് തരാനോ? അയ്യോ, പേടി വരുന്നു എനിക്ക്. എൻ്റെ അടുത്തോട്ട് വരുന്നു. കടിക്കാനാണെന്ന് തോന്നുന്നു.
നോക്കി പേടിപ്പിച്ചിട്ടാണ് വരുന്നത് ഇങ്ങനെ കയറി 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 കയറി. ക്യാഷ് നോട്ട് തന്നെയാണ്. അതിനെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുമോ എന്നെ. കടിക്കാനാന്ന് തോന്നുന്നു, മിക്കവാറും കടിക്കും. അയ്യോ ചുമനെ കടിക്കാൻ പോളേ. അയ്യോ ഇപ്പം കടിച്ചേനെ. എന്താണ് ഇതാണ് മാംഗോ ബാർ. 150 രൂപ കൊടുത്ത് വാങ്ങിച്ച മാംഗോ ബാർ. ഇത് സാധാ മാംഗോ ബാറല്ല, അതായത് ഫ്ലേവർ ആഡ് ചെയ്ത സാധനമാണ്. ഓവറായിട്ട് ഫ്ലേവറൊന്നും ആഡ് ചെയ്തിട്ടില്ല. റിയൽ ഒരു സൈസിലെ മാങ്ങയുണ്ട്, അതിൻ്റെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ പേര് മറന്നുപോയി അതിൻ്റെ. അത്രയുള്ള പിന്നെ ഈ മാംഗോ ബാറിന് സാധാ മാംഗോ ബാറിൻ്റെ കൂടെ അത്രയുള്ള അകത്തിങ്ങനെ വാനില വരത്തില്ല. അപ്പോൾ ഇത് പിങ്കിക്ക് കൊടുത്ത് നോക്കി, പക്ഷേ പിങ്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റേതാണ് കഴിച്ച ശീലം, സാധാ മാംഗോ ബാർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റിയൽ മാംഗോയുടെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്, അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല എന്തോ. ഫക്രുമൊക്കെ പണ്ട് സാധാ മാംഗോ ബാർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചെന്നപ്പോൾ പിങ്കിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്, മറ്റേ മാംഗോ ബാർ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ചു. ഞാനാ കഴിച്ചത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ മറ്റേ മാംഗോ ബാറും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കഴിക്കാൻ തന്നെ. ഇത് ക്വാളിറ്റി നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ആണേലും. പിങ്കിക്കുഞ്ഞിൻ്റെ അത് കഴിക്കുന്നുണ്ട് പിങ്കി കുറച്ച്. പക്രം ഒട്ടും കഴിക്കുന്നില്ല. മറ്റേതായിരുന്നെങ്കിൽ എപ്പോഴേ കഴിച്ചാൽ. മറ്റേ വാനില ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, അകത്തിങ്ങനെ വാനില ഉള്ളത്. എന്തോ ആണല്ലോ ഇപ്പം ഹാപ്പി ആയിട്ടുണ്ട് രണ്ടുപേരും വന്നപ്പോൾ. പിന്നെ പിങ്കിക്കുഞ്ഞ് ദൂരയാത്ര ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിങ്കിക്കുഞ്ഞ് കടിച്ച് പറിക്കുകയൊക്കെ ചെയ്യും പോകാതിരിക്കാൻ. പക്രു പിന്നെ അതൊന്നും കാണിക്കത്തില്ല. എന്തോ ആണല്ലോ ഇപ്പോഴാണ് അവർക്ക് ഹാപ്പി ആയത്. ഭയങ്കര മൗനമായി. നോക്കിയിരിക്കാതെ ചാവിടിച്ചേ മോനെ. നമ്മള് പോയപ്പോ മുതൽ ഇവര് അനക്കൊന്നും കരഞ്ഞല്ലേ പക്രു തോന്നുന്നത്. എനിക്കും വിഷമം ഉണ്ടായിരുന്നു. വിഷമം ഇല്ലെന്നല്ല, അവർക്കും വിഷമമുണ്ട്. ഇത് രണ്ടും ഒന്ന് കിടപ്പായി. അനക്കൊന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ എല്ലാം അല്ലേ അതിൻ്റെ ഇരട്ടി ഫുഡ് എടുക്കുന്നുണ്ട് ഇന്നല്ലേ. പക്രു ഫുഡ് കഴിച്ചില്ലല്ലേ ഇന്നലെ അല്ലേ? കരഞ്ഞായിരുന്നോ പക്രു യഥാർത്ഥത്തിൽ? ഞാനിങ്ങനെ അന്ന് കഴിഞ്ഞിട്ട് അവനെ ഇങ്ങനെ തലോടിക്കപ്പോ ഇങ്ങനെ പക്രുമോൻ ഇപ്പോൾ ഇന്നലത്തെ വിഷമമുണ്ടോ? ഇനിയും പോകത്തില്ലെന്നറിയല്ലേ പക്രുമോൻ? അറിയാം ഡ്രസ്സ് മാറുമ്പോ അല്ലേ ഒരു എനിക്ക് മൊത്തം കംപ്ലീറ്റ് ആക്കി അല്ലേ. കട്ടൻ കാപ്പി കുടിക്കത്തില്ലല്ലേ? 4 മണിക്കും ചായ, രാവിലെയും ചായ അല്ലേ? ഇഷ്ടമല്ല പക്കൂന്. പിങ്കി കുടിക്കും അല്ലേ? അഗർമാൻ ചൂടില്ല ചൂടില്ലടാ. കുടിച്ചോ കുടിച്ചോ മോനെ. കുടിച്ചോടാ. വേണമെങ്കിൽ പിങ്കി കൊടുക്കല്ലേ? പിങ്കി കൂടി ആണോ?
പഠിത്തം തോന്നി. ബക്രുമോനിടാ തുറന്നു വിട്ടേ ബക്രുമോനി. ആണോ? ഇന്നലെ അച്ഛൻ തുറന്നു വിട്ട് കാണോ ഒന്ന്? പോയില്ലല്ലേ? വിഷമമാണെന്ന് തോന്നുന്നല്ലേ? അമ്മ ഉള്ളപ്പോൾ മാത്രമല്ലേ? നല്ല കാവല ഫുൾ ടൈം. പിങ്കക്കുഞ്ഞു പറയായിരിക്കും പോവല്ലെന്നല്ലേ? നല്ല രസമുണ്ട് ആ മഞ്ഞപ്പൂവല്ലേ? ഒത്തിരി ആവും ഇനിയും. അതിനിയും വള്ളി പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇവിടെ എല്ലാം മേളിലാവും. ഈ രണ്ട് ബൊഗൈൻ ഇനം മിക്സ് ആയിട്ടുണ്ട്. അയ്യോ, വൈറ്റും പിങ്കും കൂടെ അടുത്തിരുന്ന്. രണ്ട് സെപ്പറേറ്റ് ആയിരുന്നു, രണ്ടെണ്ണം കൂടെ ഒന്നായി. ഓ, പിങ്കക്കുഞ്ഞിറങ്ങി.